പോയത് വൂളീസിലേക്കാണ് കേട്ടോ. വൂൾസ് വേർത്തിൽ നിങ്ങളെയും കൂടിയും കാണിക്കാം കേട്ടോ. എല്ലാതും സ്പാറ്റിലൊരു എടുക്കാം. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. അതാ കണ്ടില്ലേ, നമ്മുടെ നാടൻ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്. ഇവിടെയും ക്രിസ്മസിൻ്റെ ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ സോ ക്യൂട്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മുടെ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. നമ്മുടെ വീക്ക്ലി ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ കുറച്ച് ചില്ലറ സംഭവങ്ങളും കൂടി നമുക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കാം. നമ്മൾക്കൊരു വീക്ക്ലി എക്സ്പെൻസ് എത്രയാണ് ഉണ്ടാവുന്നത്, ഒരു 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലിക്ക്, അതും നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി, നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്ക്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോയത് വൂളീസിലേക്കാണ് കേട്ടോ. വൂൾസ് വേർത്തിൽ. ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ വൂളീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. വൂളീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വൂളീസ് അതെന്താ, ഏത് ഷോപ്പാണെന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു. വൂൾസ് വേർത്തിനെയാണ് ഇവരെ ഷോർട്ടാക്കിയിട്ട് വൂളീസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരുവിധം ഗ്രോസറി ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. മെയിൻലി നമ്മൾ പോകുന്ന 3 സൂപ്പർ മാർക്കറ്റാണ് വൂളീസ്, ഓൾഡി ആൻഡ് കോൾസ്. വൂളീസിന് പക്ഷേ നമ്മൾ അധികം സാധനങ്ങൾ വാങ്ങാറില്ല കേട്ടോ. ഓൾഡിന്നാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങാറ്. കാരണം ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നത് ഓൾഡിയിലാണ്. പക്ഷേ ഓൾഡിയിൽ നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെ സാധനങ്ങളും കിട്ടില്ല. അവർക്ക് കുറച്ചൊന്നോ രണ്ടോ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇന്ന പർട്ടിക്കുലർ ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൂളീസിൽ വന്നിട്ട് തപ്പിയെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾഡിയിൽ കിട്ടാത്ത സാധനങ്ങളാണ് വൂളീസിന് വന്നിട്ട് എടുക്കാറ് കേട്ടോ. പിന്നെ ഹാഫ് പ്രൈസിനുണ്ടാവും. എല്ലാ ആഴ്ചയും വൂളീസിൽ ഹാഫ് പ്രൈസിൽ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാറുണ്ട്. പിന്നെ കോൾസും നല്ലതാണ്. പക്ഷെ നമ്മുടെ അടുത്ത് കോൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമ്മൾ ഓൾഡിയിൽ നിന്നും വൂളീസിൽ നിന്നുമാണ് വാങ്ങാറ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടോ. പിന്നെ ക്രിസ്മസ് ആവാറായതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കുറേ വായി നോക്കി നടന്നു. നിങ്ങളെയും കൂടിയും കാണിക്കാം കേട്ടോ എല്ലാതും. ക്രിസ്മസിൻ്റെ നമുക്ക് സ്പാറ്റിലൊരു എന്ത് രസമല്ലേ. ഓ, ക്രിസ്മസിന് എന്ത് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. ഓ, ഇതൊക്കെ ട്രീ ഹാങ്ങിങ്സ്. $5 each. ഓ, ഇതെല്ലാം ഹാങ് ചെയ്യുന്ന സാധനങ്ങൾ. ക്രിസ്മസ് പപ്പ, ഇറ്റ്സ് ക്യൂട്ട്. $12. എന്താ ക്രിസ്മസ് ഹോം ട്രീറ്റ് ടവർ. $5 ആണ് ഇതിന്. അത് തീർന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ വായി നോക്കി നടന്നതിന് ശേഷം ബില്ലടിക്കാൻ വന്നു കേട്ടോ. ക്രിസ്മസ് ട്രീ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മളെല്ലാ ഷോപ്പിലും റേറ്റൊക്കെ കമ്പയർ ചെയ്തതിന് ശേഷമേ വാങ്ങുള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ MRP എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. ഇവർക്ക് തോന്നിയ വില ഇടാം എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും റേറ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതാട്ടോ. നമ്മുടെ വീട്ടിലുള്ളതില്ലേ, ഇതിലില്ലേ, നമ്മുടെ വീട്ടിലുള്ള ചെടിയില്ലേ, ഇതെല്ലാം റിയൽ ഓർക്കിഡാണ് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. നല്ല രസമല്ലേ കാണാൻ.
ഇതൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ പൂരപ്പറമ്പിലുണ്ടാവണ പമ്പരല്ലേ, അത് തന്നെയാണ് കേട്ടോ സെയിം സാധനം. ഇനി നമ്മൾ പോകുന്നത് ബണ്ണിങ്സിലാണ് കേട്ടോ. നമുക്ക് ലോൺ മൂവർ നോക്കാനുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വാങ്ങി, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായി, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇത് ബണ്ണിങ്സിൽ തന്നെ ചെടികളുടെ സെക്ഷനാണ് കേട്ടോ. എല്ലാ ടൈപ്പ് ചെടികളും നമുക്ക് കിട്ടും. ഗാർഡനിലേക്ക് വേണ്ടതും പിന്നെ നമ്മുടെ കിച്ചൺ ഗാർഡനിലേക്കുള്ള വെജിറ്റബിൾസ്, അതിൻ്റെയും എല്ലാം സീഡുകളായാലും അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ ഇരിക്കുന്ന വെറൈറ്റി ക്രിസ്മസ് പപ്പേന കണ്ടോ. ഇതിൻ്റെ റേറ്റ് ഒന്ന് നിങ്ങൾ നോക്ക്, $249. ഒന്ന് നമ്മുടെ നാട്ടിലത്തെ റേറ്റായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിട്ടാ. ഇൻറ്റു 55 ഇട്ട് നോക്കിയാൽ മതി. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും വില കൊടുത്തിട്ട് ആരാണാവും ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നത്. ബണ്ണിങ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഗാർഡൻ ഐറ്റംസ്, ടൂൾസ്, മെഷീനറീസ്, പിന്നെ കാർപ്പൻട്രി, അതിനൊക്കെ ആവശ്യമുള്ള ഒരുവിധം ടൂൾസും അങ്ങനെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു സാമ്രാജ്യം എന്ന് തന്നെ പറയാം. ഇതൊക്കെ 399. നമ്മുടെ നാട്ടിലുള്ള പുല്ലുവെട്ടൽ യന്ത്രമല്ലേ, അതിൻ്റെ തന്നെ പല വെറൈറ്റിയാണ് നിങ്ങൾ ഇവിടെ. ഇവർ മെയിനായിട്ട് ലോണിൻ്റെ സൈഡ് ട്രിം ചെയ്യാനും സൈഡ് ഇങ്ങനെ ലെവൽ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ കോഡ്ലെസ് ലോൺ മൂവറാണ് കേട്ടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ പ്ലഗിൽ കുത്തിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് നടക്കില്ല. പിന്നെ ഡീസലിൽ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്. അത് അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടു. കാരണം ഡീസൽ വാങ്ങി ഒഴിക്കുക എന്ന് വെച്ചാൽ അതൊരു ചടങ്ങാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ബാറ്ററി ചാർജിങ് ആയിട്ടുള്ള കോഡ്ലെസ് ലോൺ മൂവർ വാങ്ങുന്നതാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പക്ഷേ അതിൻ്റെ ഇത് മാത്രം കവർ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്കിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ബാറ്ററിയും ചാർജറൊക്കെ വേറെ വാങ്ങണേ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് തിരക്കേടില്ലാത്ത റേറ്റ് ഇതിൻ്റെ. ആണോ? അതാവും. ഇത് നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത് 229 കോഡ്ലെസ്. ഏട്ടാ കോഡ് നമുക്ക് പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ ലോൺ മൂവർ വാങ്ങിട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലേക്കാണ്. ഈ ഇന്ത്യൻ ഗ്രോസറി നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരെയാണ്. പക്ഷെ നമ്മളിവിടെ വരുന്നത് ഇവിടെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാവും, നേന്ത്രപ്പഴം ഉണ്ടാവും, പിന്നെ ബിരിയാണി, നമ്മുടെ നാടൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. അതാ കണ്ടില്ലേ, നമ്മുടെ അടുത്തുള്ള ഇന്ത്യൻ ഷോപ്പിലൊന്നും ഇത് കിട്ടാറില്ല കേട്ടോ. നല്ലതാണല്ലോ. നല്ലതാണ്. ഇന്ത്യൻ ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കിട്ടാത്തതാണെങ്കിൽ ഫ്രോസൺ ആയിട്ടും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ചക്കയൊക്കെ കണ്ടില്ലേ ഫ്രോസൺ ആയിട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഉണ്ണിയപ്പം, പരിപ്പ് വട, പഴംപൊരി, അങ്ങനെ എല്ലാം ഫ്രോസൺ ആയിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി നേരെ പോകുന്നത് ഓൾഡിയിലേക്കാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിൽ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫിഷ് വാങ്ങിയിരുന്നു കേട്ടോ. അത് സെയിം മോളിലാണ്, പക്ഷെ ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി.
നമ്മൾ മിഡിൽ ഈസ്റ്റിലായിരുന്ന സമയത്ത് നമുക്ക് ലുലുവിൽ മാത്രം പോയാൽ മതിയായിരുന്നു ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ. പക്ഷേ ഇവിടെ അത് നടക്കില്ല. നമുക്ക് 2-3 ഷോപ്പുകളിൽ കയറി ഇറങ്ങിയാലാണ് നമുക്ക് ഒരാഴ്ചത്തെ ഗ്രോസറി ഐറ്റംസ് ഫുള്ള് വാങ്ങി തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓ മല്ലിയില വേണം. സ്പിനാച്ചിൻ്റെ ചെറുത് മതി, ഇത് മതി. നമ്മൾ ശരിക്കും വെജിറ്റബിൾസ് വാങ്ങാൻ അതിൻ്റെ ഷോപ്പിലും പോകാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പോയില്ല, കാരണം നമുക്ക് ഇവിടുന്ന് എല്ലാ വെജിറ്റബിൾസും കിട്ടില്ല. നമ്മുടെ നാടൻ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വെജിറ്റബിൾ മാർക്കറ്റിൽ തന്നെ പോയിട്ട് വാങ്ങണം. തൈര് വേണ്ടല്ലോ, അതിന് ചെറുത് മതി. ഇല്ലേ ക്രിസ്മസ് പപ്പ. ഇവിടെയും ക്രിസ്മസിൻ്റെ ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ വായി നോക്കി നടക്കുന്നതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ക്രിസ്മസ് കാർഡ്സുകളാണ്. ഇത് ക്രിസ്മസ് കാർഡുകളാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബണ്ടിലായിട്ടാണ് ഇവിടെ ക്രിസ്മസ് കാർഡൊക്കെ വെക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഓരോ കാർഡുകളായിട്ടല്ലേ ഉണ്ടാവുക. അങ്ങനെയുണ്ട്, പക്ഷേ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ ഓരോ ബണ്ടിലായിട്ടാണ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത്. ഓ മൈ ഗോഡ്, ക്രിസ്റ്റൽ. ഇതെന്താ ഈ മാനൊരു പേരുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ. എന്ത് ഭംഗിയല്ലേ. ഓ ദാറ്റ്സ് സോ ക്യൂട്ട്. ഇതൊക്കെ കണ്ടാൽ നമുക്ക് വാങ്ങാൻ തോന്നും, പക്ഷെ വാങ്ങരുത്. അവിടെയാണ് കഴിവിരിക്കുന്നത്. എന്ത്? ഇത് ബാറ്ററി ആണോ? അയ്യോ എന്നാ തിരിച്ചു കൊടുക്കായിരുന്നു. നമുക്ക് 2 ബാറ്ററി ഇരിക്കണതിൽ. ഇതിൽ 2 ബാറ്ററി കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് കേട്ടോ. നമ്മൾ അങ്ങനെ ഓൾഡിന്നും ലോൺ മൂവർ വാങ്ങി. മൊത്തത്തിൽ നമ്മൾ 2 ലോൺ മൂവർ വാങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയ ലോൺ മൂവറിൻ്റെ സെയിം ഫീച്ചേഴ്സ് ഉള്ള സാധനം ഓൾഡിയിലിരിക്കുന്നു വിത്ത് 2 ബാറ്ററി. നമ്മൾ 1 ബാറ്ററി ഉള്ള ലോൺ മൂവറാണ് ഇതിലും വില കൊടുത്തിട്ട് ബണ്ണിങ്സിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് വാങ്ങി ബണ്ണിങ്സിലെ നമ്മൾ തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധനങ്ങളാ. എല്ലാം ക്രിസ്മസിൻ്റെ. Oh my god. ഹൂഡി ഹാമ്പേഴ്സ് ആണ് തോന്നുന്നത്. Wow. So cute. Oh my god. നിങ്ങൾക്കും എന്നെ പോലെ പ്രാന്തുണ്ടോ? ഇതൊന്നും എനിക്ക് കാണിച്ചിട്ട് മതിയാവുന്നില്ലല്ലോ ഈശ്വര. ഓ cute angel. Oh, look at this. Oh, ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക? വാങ്ങിയില്ലെങ്കിലും. Oh my god. എന്ത് ക്യൂട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് തിരിയും കണ്ടോ. ഇതിപ്പോൾ വർക്ക് ചെയ്യില്ലല്ലോ, ചീത്തയായി തോന്നുന്നുണ്ട്. ഓ ഓ മൈ ഗോഡ്, ഇത് ക്രിസ്മസ് ട്രീ. യെസ്, ഇറ്റ് വർക്കിംഗ്. എല്ലാ ഷോപ്പീസുകളുണ്ടോ? ഇതൊന്നും ഞാൻ വാങ്ങാൻ പോകില്ല, കാരണം വാങ്ങിക്കഴിഞ്ഞ വീഡിയോത്തിൽ. ഓ മൈ ഗോഡ്,
ദിസ് ഇസ് ക്രിസ്മസ് പപ്പ. അതിനൊക്കെ $29 ആണ് കേട്ടോ. ഇതെല്ലാം ക്രിസ്മസ് പപ്പയും ഏഞ്ചൽസാണ്. Sun candle. This is candle set. Oh, this is red. Garland red. Yeah, red. Oh my god, എനിക്കിത് വേണമായിരുന്നു. പക്ഷേ $34. ഓ ഇറ്റ്സ് ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. സോ ഞങ്ങളുടെ ഡോറിൽ തൂക്കാൻ പറ്റില്ല. മാത്രമല്ല $34 ആണ്. ഓ എന്താ ഭംഗി നോക്ക്. ഓ പപ്പാസ്. ഇത് ഗാർഡനിൽ കുത്തിവെക്കുന്ന പപ്പാണ് കേട്ടോ. ലൈറ്റ് കത്തും അങ്ങനെ. ഇതുവരെ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാനില്ല പപ്പ. ഓ ഇതെല്ലാം $9 കേട്ടോ. ലൈറ്റ്സ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ലൈറ്റ്സ് ആണ്. ലോക്ക്ഡാണ്. ഇത് വാങ്ങാമായിരുന്നല്ലോ. $9 ആൻഡ് $19 $11 ക്രിസ്മസ് പുഷ്. ഓ മൈ ഗോഡ്. ഇതൊക്കെ എന്താ മനസ്സിലാവുന്നില്ലല്ലോ. മിക്കി മൗസ്. എന്തിനു വേണ്ടി പ്രത്യേകിച്ച് നോക്കി വെക്കാൻ തോന്നുന്നു. എന്താ ഗിഫ്റ്റ് ടാക്സ്. ഓ ഗിഫ്റ്റ് ടാഗ്. ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാറുള്ള ടാക്സ്. ഇതെല്ലാം ക്രിസ്മസ് കാർഡുകളാണ് കേട്ടോ. ക്രിസ്മസ് ടിഷ്യൂ ഉണ്ടോ. ഓ ഇത് കളറിങ് ചെയ്യാനുള്ള മാച്ച്. ചിൽഡ്രൻസ് കളറിങ് ടേബിൾ ക്ലോത്ത്. എല്ലാം കാർഡ്സാണ്. കാർഡ്സ് ഒന്നും വാങ്ങിയിട്ട് ആർക്കും കൊടുക്കാനില്ലല്ലോ. ഇതൊക്കെ ടിഷ്യൂസ്. എന്തൊക്കെയാണല്ലേ. കഴിഞ്ഞ പോലെ ഞങ്ങൾ ഈ സീസണിലൂടെ ഉണ്ടായിരുന്നില്ല. അതാണ് നിങ്ങൾ ഞാൻ വാങ്ങി വിളിച്ച് നോക്കുന്നത്. ദിസ് ഇസ് ക്രിസ്മസ് ട്രീസ്. $79 ആണ് ഇവിടെ ക്രിസ്മസ് ട്രീ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് വാങ്ങിയാലോ. കേക്ക്സ് കണ്ടോ. ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് ചെറുത്. ഇതിൻ്റെ തന്നെ വലുതുണ്ട്. കണ്ടോ ഇതിൽ ഫ്രൂട്ട്സ് ഇരിക്കും നോക്ക്. ഇത് നമ്മൾ വാങ്ങിച്ച് കഴിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ വാങ്ങുന്നില്ല. ഭയങ്കര ഹെവി മധുരവും എന്താ പറയുക നിറയെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. പിസ്താച്ചു ചെറി ഓൾമണ്ട് എന്തോ ഒരു സാധനം. കായ്. ദിസ് ഇസ് അഡ്വെൻറ്റ് കലണ്ടർ. ക്രിസ്മസിൻ്റെ കലണ്ടറാണ് കേട്ടോ. ഇതൊക്കെ പുഡിംഗ് കേക്ക്സ്. $29. അങ്ങനെ ക്രിസ്മസ് കളക്ഷൻസ് വായ നോക്കി നടന്നിട്ട് ഞാൻ വാങ്ങേണ്ട സാധനങ്ങളുടെ കാര്യം മറന്നുപോയേ. അങ്ങനെ തിരിച്ച് നമ്മൾ ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ പോവാണ് ഇനി വീണ്ടും. ലീസ് കാണാമല്ലോ. ട്യൂണ, മയോനൈസ്. മക്കളെ എടുക്കാൻ പോകാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് സ്പീഡിലാണ് കേട്ടോ ബാക്കിയുള്ള ഷോപ്പിംഗ് മുഴുവൻ നടത്തിയത്. അതെയാ. Now choose the item. $123. ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത് ടോട്ടൽ. Please put the card. ഇത്രയാണ് നമ്മുടെ ഒരാഴ്ചത്തെ ഗ്രോസറിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ചില ആഴ്ചകളിൽ ചിലപ്പോൾ 200 വരെയൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് എയർ ഫ്രയർ നോക്കാൻ വേണ്ടിയിട്ടാണേ. അതിൽ ചെറിയ ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് 89. നമ്മൾ കുറച്ച് നാളായി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്, ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു. 59. ഇത് കുറച്ച് 60-90 ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ 69 ഉണ്ട്. ഇതെവിടെ ഉണ്ടാവും? ഇതാ 69. അത് ഇതാവും.
ഇത് മതിയില്ലേ? ഈ എയർ ഫ്രയർ ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. കണ്ടോ നമ്മൾ എയർ ഫ്രയർ എടുത്തു. എയർ ഫ്രയറിന് എത്രയും 69 അല്ലേ? അതെയോ? എനിക്കറിയില്ല, നമ്മൾ ഉപയോഗിച്ചിട്ട് പറയാം ഇനി അതെങ്ങനെയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.